മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടം നടക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. ഉറച്ച കോട്ടയെന്ന് ഇടതുപക്ഷം വിശ്വസിക്കുന്ന ബേപ്പൂരിൽ ഇത്തവണ പക്ഷേ പോരാട്ടം കടുക്കും. മുഹമ്മദ് റിയാസിനെ നേരിടാൻ PV അൻവറിനെ കളത്തിലിറക്കാനാണ് UDF നീക്കം. ഒറ്റ സീറ്റ് പോലും ഇല്ലെന്ന കോൺഗ്രസിന്റെ കഴിഞ്ഞ തവണത്തെ മാനക്കേട് മാറ്റാനുറച്ചാണ് UDF ഇത്തവണ തെരഞ്ഞെടുപ്പ് നേരിടാനിറങ്ങുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ചർച്ച തുടരുകയാണ്. സിറ്റിംഗ് MLA-മാരെ ഇറക്കി കഴിഞ്ഞ തവണത്തെ തേരോട്ടം ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇടത് ക്യാമ്പ്. AK അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, കോഴിക്കോട്ടെ കാറ്റ് ഇക്കുറി എങ്ങോട്ടായിരിക്കും വീശുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരുപക്ഷെ ബേപ്പൂരിൽ വലിയ പോരാട്ടം തന്നെ നടക്കുമല്ലേ? അൻവറിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ഈ പിണറായിസം എന്നൊരു ടേമുണ്ടല്ലോ, അത് പക്ഷേ ധർമ്മടത്തേക്കാൾ ഇക്കുറി ചർച്ച ചെയ്യാൻ പോകുന്നത് ബേപ്പൂരിലായിരിക്കും. മറ്റൊന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ച് 20 വർഷത്തോളമായി ഇതുവരെ കിട്ടാത്ത ഒരു നാണക്കേടുണ്ട്. അതുകൂടി മാറ്റണമല്ലോ അല്ലേ? UDF ക്യാമ്പിന്റെ നീക്കങ്ങൾ കൂടി എന്താണ്? തീർച്ചയായിട്ടും റോഷ്ടി സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ സംസ്ഥാന ഭരണം പിടിക്കണമെങ്കിൽ കോഴിക്കോട്ടെ മികച്ച വിജയം വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ തവണ 13 സീറ്റുകളിൽ 11 സീറ്റും LDF ആണ് വിജയിച്ചത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 20 വർഷമായി കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇത്തവണ 6 മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കുന്നുണ്ട്. അവിടെ മിക്കതിലും ജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കൊയിലാണ്ടിയിലും നാദാപുരത്തും തിരുവമ്പാടിയിൽ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ജയിച്ചു വരാൻ കഴിയുമെന്ന് UDF കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ നിലയിലുള്ള ചില തന്ത്രങ്ങൾ അവർ ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഗ്ലാമറായ മത്സരം നടക്കാൻ പോകുന്നത് ബേപ്പൂരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തെ ഏറ്റവും പ്രബലനായ മന്ത്രി മുഹമ്മദ് റിയാസിനെ നേരിടുന്നത് PV അൻവർ ആയിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ് ബേപ്പൂർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോടിന്റെ ഫോക്കസ് എന്ത് തന്നെയായാലും ബേപ്പൂരായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ തന്നെ UDFന് മികച്ച വിജയം നേടാൻ കഴിയുമോ എന്ന് തന്നെയാണ് അവർ നോക്കുന്നത്. നേരത്തെ വിജയിച്ചിരുന്ന മണ്ഡലങ്ങൾ കൊടുവള്ളിയും അതോടൊപ്പം തന്നെ വടകരയുമാണ്. അവിടെ വിജയം നിലനിർത്തുകയും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലേക്ക് കൂടുതൽ വിജയം നേടാൻ കഴിയുമെന്നോ എന്നൊക്കെയാണ് അവർ കരുതുന്നത്. ഏതായാലും തിരുവമ്പാടിയിൽ സീറ്റ് വെച്ചു മാറാൻ കോൺഗ്രസും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ തമ്മിൽ ചില നീക്കുപോക്കുകൾ നടത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ പേരാമ്പ്രയിലും അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യം. അതേ സമയത്ത് തന്നെ ഇവിടെ പറയേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളത്, നാദാപുരത്ത് അഭിജിത്തിന്റെ പേര് വന്ന സമയത്ത് അവിടെ ചില എതിർപ്പുകൾ ഉയർന്നു വന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഏതായാലും UDF വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞത് അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിജയം ഇവിടുന്ന് കോഴിക്കോട് നിന്ന് നേടാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. മറുഭാഗത്ത് വരികയാണെങ്കിൽ LDFനെ സംബന്ധിച്ച് 11 സീറ്റുകൾ അവർ അവരുടെ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തി മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. കോഴിക്കോട് ജില്ലയുടെ സാഹചര്യമാണ് വളരെ വേഗത്തിൽ അഭിലാഷ് വിശദീകരിച്ചത്. ആഴത്തിൽ തന്നെ പരിശോധിക്കുന്ന പല ബുള്ളറ്റിനുകളിലും ഇനി വരും ദിവസങ്ങളിലും റിപ്പോർട്ടർ വിശദമായി തന്നെ പരിശോധിക്കുന്നതായിരിക്കും. കോഴിക്കോട്ടെ സാഹചര്യം കേട്ടുകഴിഞ്ഞു.